പൂരങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു ഉത്തരവാണ് വലിയ വിവാദമായത്. എന്നാൽ അതിൽ പറയുന്ന പോലെയൊക്കെയാണോ കാര്യങ്ങൾ? പലപ്പോഴും നമ്മുടെ പൂരപ്പറമ്പുകളിൽ എന്താണ് നടക്കുന്നത്? തൃശ്ശൂർ പൂരത്തിനുൾപ്പെടെ ഇതിലെ മിക്കവാറും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പലപ്പോഴും ആനകളെ എഴുന്നള്ളിക്കാറുള്ളത്. തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്ന രീതിയും എന്തൊക്കെ സൗകര്യങ്ങളാണ് ആനകൾക്ക് നൽകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കാറുള്ളത്? നമ്മളിപ്പോൾ ഇന്ന് കൊടിയേറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോ ആനകൾ നമ്മൾ എഴുന്നള്ളിക്കേണ്ട ആനകളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരും ലിസ്റ്റായിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ ഓരോ ആനകളെ പരിശോധിച്ച് അതിൻ്റെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ആന അപകടമുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പരിശോധിക്കും. ഏറ്റവും എന്താ പറയുക, അപകടരഹിതമായൊരു പൂരം നടത്തുക എന്നതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരമാവധി ആനകളെ, പരിചയമുള്ള ആനകൾ, കൂടുതൽ കാലം തൃശ്ശൂർ പൂരത്തിൽ തന്നെ പങ്കെടുത്ത ആനകളെ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അവരില്ലെങ്കിൽ മാത്രമാണ് പുതുതായിട്ട് ആളുകൾക്ക് എൻട്രി തന്നെ കിട്ടുള്ളൂ. തൃശ്ശൂർ പൂരത്തിന് തിരഞ്ഞെടുത്ത ആനകൾ വളരെ എല്ലാം ഒത്തിണങ്ങിയ ആനകളാണ് വരിക. സാധാരണ ഫിറ്റ്നസ് പരിശോധന വെച്ച് ഞാനിവിടെ ആരോഗ്യം, പരമപ്രധാനമായിട്ട് ആരോഗ്യമുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അതോടൊപ്പം തന്നെ അപകടരഹിതമായ മുറിവുകളുണ്ടെങ്കിൽ നമ്മൾ ആനകൾ ഒഴിവാക്കും. പിന്നെ മതത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, മതപ്പാടുകൾ എന്ന് പറയും, അതായത് മതപ്പാടുകൾ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ആന പാപ്പാനെ അനുസരിക്കാതിരിക്കുക, മറ്റുള്ള രണ്ടാം പാപ്പാനെ ഓടിക്കുക, അല്ലെങ്കിൽ കന്നഗ്രന്ഥി വീർത്തിരിക്കുക, കന്നഗ്രന്ഥിയിൽ നിന്ന് ഡിസ്ചാർജ് വരിക, പിന്നെ ഇടയ്ക്ക് കണയിറക്കാതെ മൂത്രം ഒഴിക്കുന്ന ശീലമുണ്ട് നീര് കാലത്ത്. അതൊക്കെ അപ്പോൾ ഒരു പ്രാരംഭ നീരിൻ്റെ ഒരു കാലഘട്ടം കൂടി നമ്മൾ ശ്രദ്ധിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങളിവിടെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മളൊരു ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടല്ല, അതിനൊരു ട്രയലും അതിൻ്റെ പരിശീലനം. അതുപോലെ ഈ ആനകൾക്ക് നല്ല പരിശീലനം കിട്ടിയ ആനകളാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും. ആന നമ്മുടെ കൂടെ നിന്ന് പൂരം നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം ആനകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് തന്നെയാണ് എല്ലാ വർഷം പൂരത്തിന് നടന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് രണ്ട് ഇപ്പം നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് വരുന്ന എല്ലാ ആനകളെക്കുറിച്ചുള്ള ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. മറ്റുള്ള പൂരത്തിന് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. പ്രവചനാതീതമായി തന്നെ ഞങ്ങൾ അതിൻ്റെ എല്ലാ പരിശോധനകളും ഒരു ഡോക്ടർമാരുടെ രീതിയിൽ എന്ന രീതിയിലും ആനകളെ കണ്ട് പരിചയമുള്ള രീതിയിൽ നമ്മളത് നോക്കിയിട്ട് ഈ തൃശ്ശൂർ പൂരത്തിന് ഇറക്കാൻ നമ്മൾ സമ്മതിക്കുള്ളൂ. ഈ അകലത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. ആനകൾ ഇവിടെ നിൽക്കുമ്പോൾ കൊട്ടുന്ന ആളുകളും തീവെട്ടി വരെ 50 മീറ്റർ അകലെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര കണ്ട് പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നതെന്ന് നമുക്കറിയില്ല. അത് പരിശോധിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവും. ഇതിപ്പോൾ ഗവൺമെൻറ് അറിയാതെ NGOകളുടെ ഒരു കടന്നുകയറ്റമുണ്ട്. ആ NGOകളുടെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആന എഴുന്നള്ളിപ്പ് തന്നെ ഇല്ലാതെ അവർ എന്താ പറയുക, ജീവനുള്ള ആനകളെ മാറ്റി യന്ത്ര ആനകളെ ഇറക്കിയ പീട്ട എന്ന സംഘടന പോലുള്ള ആളാണ് കേസിൻ്റെ പുറകിലുള്ളത്. ആനകൾ അങ്ങനെ ഇതല്ല, നമ്മൾ എത്ര പൂരങ്ങൾ കാണുന്നു. ഇത് പൂരം അവസാനിക്കാറായി. യന്ത്ര ആനകളെ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സർക്കുലറുകൾ അറിയാതെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് തോന്നുന്നത്. അതായത് അത്രയും സൂക്ഷ്മതയോടുകൂടി പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയാണ് തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നത്. അത്രയും സുരക്ഷിതമായി തന്നെ എല്ലാവർക്കും പൂരം കാണാനുള്ള അവസരം ഒരുക്കുമെന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.